നമസ്കാരം. കാക്ക പെറ്റതും മനുഷ്യൻ പട്ടിയെ കടിച്ചതുമായ ക്ലാസ് റൂം കഥകൾ ഈ ദിവസങ്ങളിൽ ഓർമ്മ വന്നു. സേലിംഗം ആരംഭിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ള ജേർണലിസം ക്ലാസിന്റെ ചില ഉദാഹരണങ്ങൾ ഈ ദിവസങ്ങളിൽ വീണ്ടും വീണ്ടും ഓർമ്മ വന്നു. എങ്ങനെയാണ് വാർത്തയ്ക്ക് ശ്രദ്ധ കിട്ടേണ്ടത്, എങ്ങനെയാണ് ഹെഡ്ലൈൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ്. പട്ടി മനുഷ്യരെ കടിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വാർത്തയുമല്ല. നേരെ മറിച്ച് മനുഷ്യൻ പട്ടിയെ കടിച്ചെന്ന് പറഞ്ഞാലോ അത് 7 കോളം വാർത്തയായി മാറും. അങ്ങനെ വാർത്തകളുടെ വലിപ്പം കൂട്ടാനും ശ്രദ്ധ കൂട്ടാനും ടൈറ്റിൽ എങ്ങനെ വരണം, ഹെഡ്ലൈൻസ് എങ്ങനെ വരണം എന്നൊക്കെയുള്ള ജേർണലിസം ക്ലാസ് ഓർമ്മ വരാൻ കാരണം നമ്മുടെ വിഷയം വീണ്ടും അത് ഒരു രോഗം പോലെ പടരുകയാണ്. കാരണം ഇത് അടിസ്ഥാനമില്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് കെട്ടിപ്പൊക്കേണ്ട ഒരു പ്രൊജക്റ്റ് അല്ല നമ്മുടെ തുറമുഖം. അതിന് ഒന്നാന്തര അടിത്തറയുണ്ട്. ആ അടിത്തറയുടെ പുറത്ത് ശക്തമായ മേൽക്കല്ലുകൾ അടുക്കി മുന്നോട്ട് പോകേണ്ടതാണ്. അവിടെ വ്യാജമായ ചില വിഗ്രഹങ്ങളുടെ വാചകത്തിന്റെ സപ്പോർട്ടൊന്നും ആവശ്യമില്ല. അദ്ദേഹം ശ്രീ തരൂർ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും കേവലം ഒരു പത്രത്തിൽ വന്ന വാർത്തയാണെങ്കിൽ അത് ഒതുങ്ങിപ്പോകുമായിരുന്നു. ഇന്നിപ്പോ ദേശീയ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കും. ഒരാള് പോലും അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളിടത്ത് നമ്മുടെ രാജ്യത്തിന്റെ വലിയൊരു അപകടം. നമ്മൾ വായിക്കുന്ന വാർത്തകളൊക്കെ ദേശീയ വാർത്തകളും അന്തർദേശീയ വാർത്തകളും ഒക്കെ ഇങ്ങനെയാണോ പടച്ചു വിടുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ തരൂര് പുറത്തുവിട്ട, അല്ലെങ്കിൽ തരൂരിന് മുമ്പ് മാധ്യമം പുറത്തുവിട്ടത് തരൂര് ഏറ്റെടുത്തു. അത് തന്നെയാണെന്ന് കൃത്യം തെളിവ് വരുന്നുണ്ട്. ഇന്ന് മറ്റൊരു മാധ്യമം എഴുതിയ വാക്കുകൾ അവർ കുറച്ചുകൂടെ ആധികാരികത വരാൻ മേഴ്സ്ക്, ഹുണ്ടായി, എവർഗ്രീൻ, കോസ്കോ, ഓഷ്യൻ നെറ്റ്വർക്ക്, HMM തുടങ്ങിയ ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രാൻസ്ഷിപ്മെന്റിനായി വിഴിഞ്ഞത്തെ സമീപിച്ചത്. അപ്പൊ കുറച്ചുകൂടെ ആധികാരികതയായി സമീപിച്ച കപ്പൽ കമ്പനികളുടെ പേര് വരെ ഞങ്ങളിതേ വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നിടത്ത് ഇതിന്റെ സത്യം എത്രത്തോളമുണ്ട്, ഇത് എത്രത്തോളം വാസ്തവമാണ്. കാരണം ഇങ്ങനെ ഈ അഴിച്ചുവിടാൻ പറ്റുന്നതല്ല ഈ മേഖല. വലിയ സ്വപ്നങ്ങളുമായിട്ട് നമ്മൾ പോകുമ്പോൾ അത് കൃത്യമായിരിക്കണം. അത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിരിക്കണം. 4, 3, 5 അല്ല 7 എന്ന് തന്നെ നമ്മൾ പറയണം. നമ്മൾ ഇവിടെ വന്ന കണ്ടെയ്നറുകളുടെ കാര്യത്തിലും കപ്പലുകളുടെ കാര്യത്തിലും ടേൺ അറൌണ്ട് ടൈമിന്റെ കാര്യത്തിലും എല്ലാം ആ ഒരു സമീപനമാണ് പുലർത്തുന്നത്. നമ്മൾ മത്സരിക്കുന്നത് കൊളംബോയിലെ വെസ്റ്റ് ഇന്റർനാഷണൽ ടെർമിനലുമായിട്ടാണ്, ഇന്ത്യയിലെ ആഭ്യന്തര ടെർമിനലുകളുമായിട്ടല്ല. ആഗോള തലത്തിലുള്ള ഒരു മത്സരത്തിന് തയ്യാറെടുക്കുന്ന ഒരു തുറമുഖമായതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് വരുന്ന വാർത്തകളുടെ സത്യവും കള്ളത്തരവും നമ്മൾ തിരിച്ചറിഞ്ഞു തന്നെ പോകണം. ഞാൻ ഈ കപ്പൽ കമ്പനികളുടെ പേര് പറഞ്ഞ പത്രത്തിലെ മുതിർന്ന മാധ്യമ സുഹൃത്ത്, എന്റെ സുഹൃത്താണ്, എഴുതിയ ആളല്ല, അദ്ദേഹത്തിന്റെ മുകളിലുള്ള ആളായതുകൊണ്ട് ഞാൻ ചോദിച്ചു ഈ വാർത്തയുടെ സോഴ്സ് എന്താണ്. ഞാൻ പരിശോധിച്ചിട്ട് ഒരാൾ പോലും 100 പോയിട്ട് 99 എന്നുള്ള പേര് പോലും പറയുന്നില്ല. ഒരു കപ്പൽ പുതുതായി അന്വേഷിച്ച് വന്ന വിവരം പോലും ഇല്ല. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ സോഴ്സ് കിട്ടിയത്? അപ്പൊ അദ്ദേഹം പറഞ്ഞത് ടോപ്പ് ഒഫീഷ്യൽ ഫ്രം ദി അദാനി ഗ്രൂപ്പ്. അദാനി ഗ്രൂപ്പിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ തന്നെയാണ് പറഞ്ഞതെന്നാണ് എനിക്ക് തന്ന മറുപടി. ഞാൻ നേരത്തെ തന്നെ അദാനി ഗ്രൂപ്പിനോട് ഇത് വെരിഫൈ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ. ഞാൻ നിർബന്ധിച്ച് അദ്ദേഹത്തെ ഇങ്ങനെ ചേസ് ചെയ്ത് ഞാൻ മറുപടി വാങ്ങിച്ചെടുത്തു. അപ്പൊ അദ്ദേഹം എനിക്ക് തന്ന മറുപടി, ദർ ഇസ് ഓൾവേസ് എ ഡിമാൻഡ് ഫോർ എ വെൽ റൺ പോർട്ട്. സത്യമാണ്. നമ്മുടെ തുറമുഖം പോലെ നന്നായിട്ട് നടക്കുന്ന എല്ലാ ഫീച്ചേഴ്സുമുള്ള ജിയോഗ്രഫിക്കലി ഐഡിയൽ ലൊക്കേഷൻ ഇരിക്കുന്ന ഒരു പോർട്ടിന് നല്ല ഡിമാൻഡ് ഉണ്ടാവും. അത് ഇന്നും ഉണ്ടാവും, നാളെ ഉണ്ടാവും, 30 വർഷം മുമ്പും ഉണ്ടായിരുന്നു. പക്ഷെ ചവിട്ടി താഴ്ത്തി പൂഴ്ത്തി വെച്ചു. അദ്ദേഹത്തിന് മറുപടിയാണ് അല്ലെങ്കിൽ 100 കപ്പലുകൾ ഇവിടെ വന്നോ, അവരുടെ ചാനൽ പോലും, അദാനി ഗ്രൂപ്പിന്റെ കീഴിലുള്ള ചാനൽ പോലും വാർത്ത പുറത്തു വിട്ടിരിക്കുന്നു. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒന്നും നോക്കണ്ട, യെസ് എന്ന് മറുപടി പറഞ്ഞാൽ മതി. പക്ഷെ അദ്ദേഹത്തിന് പറയാൻ അദ്ദേഹത്തിന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല. ദർ ഈസ് ഓൾവേസ് എ ഡിമാൻഡ് ഫോർ എ വെൽ റൺ പോർട്ട്, ബട്ട് സച്ച് ന്യൂസ് വി കാൻ കമന്റ്. 100 കപ്പലുകൾ ഇവിടെ ആവശ്യം ഉന്നയിച്ച് വന്നോ എന്നുള്ള ചോദ്യത്തെ കുറിച്ച് എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? നോ പറഞ്ഞാൽ അദ്ദേഹം മേലധികാരികളെ ധിക്കരിച്ചു, സ്വന്തം ചാനലിനെ ധിക്കരിച്ചു. യെസ് പറഞ്ഞാൽ കപ്പൽ വന്നെങ്കിലല്ലേ അദ്ദേഹത്തിന് യെസ് പറയാൻ പറ്റുള്ളൂ.
കപ്പലുകളുടെ ആവശ്യം വന്നെങ്കിലല്ലേ അദ്ദേഹത്തിന് യെസ് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ മനസാക്ഷിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ഇതാണ് സത്യമെന്നിരിക്കുകയാണ് മാധ്യമ സുഹൃത്ത് പറഞ്ഞത്. ടോപ്പ് ഒഫീഷ്യൽ ഫ്രം ദി അദാനി ഗ്രൂപ്പ് എന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്ക് അവർക്കൊരു വാർത്ത അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഈ കള്ളമാണെന്നോ അല്ലെങ്കിൽ അതിന് സോഴ്സ് ഇല്ലെന്നോ പറയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ പറഞ്ഞു. ഞാൻ പിന്നെ വീണ്ടും അത് ക്രോസ് ചെക്ക് ചെയ്യാനോ അദ്ദേഹത്തെ കൂടുതൽ കൺഫ്യൂഷൻ ആക്കാനോ ഞാൻ പോയില്ല. എന്നാലും നമ്മൾ സത്യം അറിഞ്ഞു പോകണം. ഇനി അതിന്റെ തുടർച്ചയായിട്ട് വരികയാണ്. സത്യം കുറച്ചുകൂടി ക്ലിയറായി നമുക്ക് കിട്ടുകയാണ്. ഞാൻ പോർട്ട് വകുപ്പിലെ, നേരത്തെ അദാനി ഗ്രൂപ്പ് ആണെങ്കിൽ പോർട്ട് വകുപ്പിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥരോട് ഞാൻ ചോദിച്ചു, ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാണ്. ഇവിടെ 100 കപ്പലുകൾ, 100 അല്ല 1000 കപ്പലുകൾ ഇവിടെ അന്വേഷണവുമായിട്ട് വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മളെന്താണ് അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യം എന്താണ്? വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം. അതൊന്ന് സത്യമാണെന്ന് സ്ഥാപിക്കാനാണ് സെയിലിംഗ് കമ്മിറ്റി ശ്രമിക്കുന്നത്. വന്നു എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് സെയിലിംഗ് കമ്മിറ്റിക്ക് ഇഷ്ടം. പക്ഷെ വെറുതെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. സത്യമല്ലാത്ത ഒരു കാര്യം എങ്ങനെ വിശ്വസിക്കും? മുതിർന്ന ഒരു പോർട്ട് ഉദ്യോഗസ്ഥനോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയാമോ? കേരള കൗമുദി റിപ്പോർട്ടറുടെ ഒരു ദിവാസ്വപ്നം. സെയിലിംഗ് കമ്മിറ്റിയിൽ ഒരാൾ, ഞാൻ കേരളാമതിയുടെ റിപ്പോർട്ട് കണ്ടതായിട്ട് ഓർക്കുന്നില്ല, സെയിലിംഗ് കമ്മിറ്റിയിൽ ഒരാൾ ഇട്ടത് തുടങ്ങി വിട്ടത് കേരളാമതിയാണ്. കേരള കൗമുദി റിപ്പോർട്ടറുടെ ഒരു ദിവാസ്വപ്നം. ഓൾ അതർ മീഡിയ ആൻഡ് ശശി തരൂർ ലാസ്റ്റ് ഓൺ ടു ഇറ്റ്. അതങ്ങ് ഏറ്റുപിടിച്ചു. മറ്റുള്ള മാധ്യമങ്ങളും ശശി തരൂരും അതങ്ങ് ഏറ്റുപിടിച്ചു എന്നല്ലാതെ അതിനകത്ത് കാൽ കാശിന്റെ കഴമ്പില്ല എന്ന് മുതിർന്ന പോർട്ട് ഉദ്യോഗസ്ഥൻ മറുപടി നൽകി. വെറുമൊരു മാധ്യമ വാർത്തയാണെങ്കിൽ ഇത്രയും പിന്നാലെ മെനക്കെട്ടതൊന്നും അന്വേഷിക്കാൻ നടക്കില്ലായിരുന്നു. ഇവിടെ ശശി തരൂരിനെ പോലെ ഒരു പ്രധാനപ്പെട്ട പൊളിറ്റീഷ്യൻ, നമ്മുടെ പൈസ എടുത്ത് 3 നേരവും ഉണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, പാർലമെന്റ് പോലുള്ള ഒരു പ്രധാന വേദി ഉപയോഗിച്ചു എന്നാണ്, ഞാൻ കണ്ടില്ല, ഉപയോഗിച്ചു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. തെറ്റായ കാര്യങ്ങൾ രാജ്യത്തെ മുഴുവൻ പറഞ്ഞ് ജനങ്ങളെ മുഴുവൻ, രാജ്യത്തുള്ളവരെ മുഴുവൻ കബളിപ്പിക്കുന്ന ഒരാൾ. അതുകൊണ്ട് ഈ വിഷയം അവസാനം വരെ, ഇത് തെളിയിക്കുന്നത് വരെ സെയിലിംഗ് കമ്മിറ്റിയുടെ ശ്രമം തുടർന്നുകൊണ്ടിരിക്കും. ഇവിടെ 735 കപ്പലുകൾ ഓടിക്കുന്ന, അവർക്ക് ഓണർഷിപ്പുമുണ്ട്, ചാർട്ടറിങ്ങുമുണ്ട്. മേഴ്സ്ക്, കാരണം ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് ആദ്യത്തെ മേഴ്സ്ക്, ഹുണ്ടായി, എവർഗ്രീൻ തുടങ്ങിയ പേരുകളെല്ലാം പറയുമ്പോൾ ഇനി നമ്മൾ അവരെ ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ മേഴ്സ്കിന്റെ ഇന്ത്യയിലെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, ഐ ഹാവ് നോട്ട് ഹേർഡ് അബൌട്ട് ദിസ്. ഇവിടെ വരാൻ തീരുമാനിച്ച കപ്പൽ കമ്പനി പറയാണ്ട് ഞാനിതിനെ കുറിച്ചൊന്നും കേട്ടിട്ടില്ല. ഐ ഹാവ് നോട്ട് ഹേർഡ് അബൌട്ട് ദിസ്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് എനി ഡിസ്കഷൻ യെറ്റ്. അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു, കാരണം ഇത് വലിയ ലെവലിൽ ചർച്ച ചെയ്ത് വരേണ്ട ഒരു വിഷയമാണ്. ഏത് കമ്പനി ആയാലും ഒരാൾക്ക് എടുക്കാവുന്ന ഒരു ഫോൺ കോളിൽ വരേണ്ട വിഷയമല്ല. അപ്പൊ അങ്ങനെ I have not heard about this. I don't think it is part of any discussion yet. Where did you hear? ഞാൻ എവിടെ നിന്ന് കേട്ടെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അവരാരും ഇത് അറിഞ്ഞിട്ടില്ല. ഇതാണ് നമ്മുടെ ആഗോള എന്താണ് ഉപയോഗിച്ച വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, ആഗോള മഹാൻ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്. അവിടെയും തീരുന്നില്ല. ഇത് മേഴ്സ്കിന്റെ മറുപടിയാണെങ്കിൽ ഞാൻ വീണ്ടും വായിച്ചു. ജാപ്പനീസ് കമ്പനി, എനിക്ക് ടോപ്പ് ലെവലിൽ പരിചയമുള്ള എല്ലാവർക്കും ഞാൻ ഇത് അയച്ചിട്ടുണ്ട്, കിട്ടുന്ന മുറയ്ക്ക് ഞാൻ അറിയിക്കാം. 1ന്റെ മറുപടി വന്നില്ല. എവർഗ്രീന്റെ മറുപടി, അവർക്ക് എത്രയാണ് കപ്പൽ? 240 കപ്പൽ. അപ്പൊ ഈ 100 കപ്പൽ ഇവിടെ വരണമെങ്കിൽ എവർഗ്രീന്റെ 5 കപ്പലും മേഴ്സ്കിന്റെ ഒരു 50 കപ്പലെങ്കിലും വന്നാലേ ഇവിടെ 100 കപ്പലാവുള്ളൂ. ഓൾറെഡി MSC ഉണ്ട്. 1ാം സ്ഥാനത്തുള്ള MSC ഇവിടെ ഉണ്ട്. 2ാം സ്ഥാനത്തുള്ള മേഴ്സ്കിന്റെ 50 കപ്പൽ വരണം. പിന്നീടുള്ള കപ്പലുകളിൽ ഹപാങ് ലോയിഡ് വരണം, CMA CGM വരണം, എവർഗ്രീൻ വരണം. എവർഗ്രീൻ 240 കപ്പലുണ്ട്. അവരുടെ മറുപടി, നോ ഇൻഫർമേഷൻ ആസ് പെർ അവർ ഹെഡ് ഓഫീസ് അറ്റ് മുംബൈ. മുംബൈയിലുള്ള ഹെഡ് ഓഫീസ് വഴി ഒരു വിവരവും ലഭിച്ചില്ല അവർക്ക്. അപ്പോ ഇങ്ങനെ പ്രധാനപ്പെട്ട കപ്പൽ കമ്പനികൾ മുഴുവൻ തിരസ്കരിക്കുന്നു, ഉദ്യോഗസ്ഥർ മുഴുവൻ തിരസ്കരിക്കുന്നു, ഉദ്യോഗസ്ഥരിൽ ചിലർ ശശി തരൂരിനെ പ്രതിയാക്കുന്നു. ഇതാണ് നമ്മുടെ തങ്കക്കുടം പോലുള്ള MP വേറെ ഒരു കാര്യവും ചെയ്യാതെ ചൊറിയും കുത്തി ഇരിക്കുന്നതിനിടയ്ക്ക് ഒരു ഗ്ലാമർ കൂട്ടാൻ വേണ്ടി അഭിമുഖം നൽകിയാൽ നന്നായിരിക്കുമെന്ന് തോന്നിയതിന് മനോരമയെ കൂട്ടുപിടിച്ചു, കേരളാമതിയെ കൂട്ടുപിടിച്ചു, മനോരമ പകർത്തി, മനോരമയെ കൂട്ടുപിടിച്ച് തരൂരാൻ അവതരിപ്പിച്ചു. പിന്നെ പിന്നാലെ വരുന്നവരെല്ലാം എടുത്ത് കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറെ നാളത്തേക്ക് നമ്മളത് സഹിച്ചേ പറ്റൂ.